ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒട്ടുമിക്ക കറികളിലും നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും എല്ലാത്തിലും നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില. അപ്പോൾ കറിവേപ്പ് എല്ലാ വീടുകളിലും ഉണ്ടായെന്ന് വരില്ലല്ലോ. വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർ, അതുപോലെ പട്ടണത്തിലൊക്കെ താമസിക്കുന്നവർ കടയിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത്. ഞാനൊക്കെ വേപ്പില വാങ്ങിക്കൊണ്ട് വന്ന് അത് 2 ദിവസം കഴിയുമ്പോൾ എന്താണെങ്കിലും വാടിപ്പോകും. 2 ദിവസത്തിൽ അത്രയൊന്നും നിൽക്കില്ല കേട്ടോ. ഞാൻ എല്ലാ ദിവസവും പച്ചക്കറി കടയിൽ കയറുമ്പോൾ വേപ്പില വാങ്ങാറാണ്. ചില ദിവസം പച്ചക്കറി കടയിൽ കയറുമ്പോൾ വേപ്പില തീർന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വേപ്പില വാടാതിരിക്കാനായിട്ട് കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലത് വാടിപ്പോകും. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ മരത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന അതേ ഫീലോടുകൂടി നമ്മൾക്ക് ദിവസവും എടുത്ത് കറിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. വേപ്പില വാടാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നതാണെങ്കിലും ഇതുപോലൊരു കൊമ്പ് ഇത്രയും നമ്മൾ ചോദിച്ച് വാങ്ങുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കവറിൽ കിറ്റിൽ, അതായത് അധികം തിക്നെസ് ഇല്ലാത്ത കിറ്റായിരിക്കണം കേട്ടോ, അതിലിതുപോലെ ഒന്ന് കെട്ടി വെക്കുക. ഇതുപോലെ പുറത്ത് വെച്ചാൽ മതി കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തതിന് ശേഷം അതേപോലെ തന്നെ തിരിച്ച് കവറിലിട്ടതിന് ശേഷം കെട്ടി വെക്കുക കേട്ടോ. പുറത്തുള്ള എയർ ഈ കവറിനുള്ളിലേക്ക് കയറാൻ പാടില്ല, അതുപോലെ തന്നെ ഈ കവറിനുള്ളിലുള്ള എയർ പോകാനും പാടില്ല കേട്ടോ. അതേ രീതിയിൽ കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു കൊമ്പ് അതിൽ വേപ്പില തീരുന്നവരെയും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. ഒരു ഞായറാഴ്ച കേട്ടോ ഞാൻ ഈ വേപ്പില എടുത്ത് വെച്ചത്. പിന്നത്തെ ശനിയാഴ്ചത്തേക്ക് വരെയുള്ള വേപ്പില അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ഫ്രഷായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഇപ്പോൾ വേപ്പ് മരം ഉണ്ട് കേട്ടോ. എന്നാലും വീട്ടിലുണ്ടെങ്കിലും നമുക്കിപ്പോൾ രാത്രിയൊക്കെ ആയാലും പറിച്ചെടുക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ദിവസം ഇത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീരുന്നതനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ആ ഒരു വേപ്പില കേട്ടോ ഞാൻ ഇതുപോലെ വെച്ച് നോക്കിയത്. അപ്പോൾ എനിക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കിറ്റിൽ വെച്ച് കഴിഞ്ഞാലും ഈ തണ്ടിൽ നിന്നും, അതായത് വേപ്പിലയുടെ ആ തണ്ടിൽ നിന്നും ഒരു ഇല പോലും അടന്ന് പോവില്ല കേട്ടോ. അതേപോലെ നമ്മൾ കെട്ടിവെക്കുന്ന ആ ഒരു ഇതിലായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഫ്രഷായിട്ടും നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ഡിയേഴ്സ്.